ഒരു പാരഡി ഗാനം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാരഡി ഗാനം മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറയുന്ന കാഴ്ച. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നതും പാടുന്നതും പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറിയേ എന്ന ഗാനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വൈറലായ ഈ ഗാനത്തിന് എതിരെ കേസെടുക്കും എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച് തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി അദ്ദേഹം DGPക്ക് കൈമാറി. ഇതിൽ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നുള്ള പരിശോധനകൾ നടക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാട്ടിനെതിരെ CPM നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് പാരഡി ഗാനം, എന്താണ് അതിലെ രാഷ്ട്രീയ വിവാദം, എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ വിശദമായി പരിശോധിച്ചാൽ, സ്വർണ്ണക്കൊള്ള ആധാരമാക്കി എഴുതിയതാണ് ഈ പാരഡി ഗാനം. അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ പാരഡിയായിട്ടാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി കേരളം മുഴുവനും അലയടിച്ച ഒരു ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം ഈ ഗാനമാണ് എന്ന് പറയാം. പ്രവാസിയായ കുഞ്ഞബ്ദുള്ളയാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി സ്വദേശിയായ ദാനിഷാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ട KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥും ഈ ഗാനം പാടിക്കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. കോൺഗ്രസ് സ്വർണ്ണക്കൊള്ളയിലെ പ്രതിഷേധത്തിൽ പാർലമെന്റിന് മുന്നിൽ UDF MPമാർ പോസ്റ്ററുകളുമായി നിന്ന് ഈ ഗാനം ആലപിച്ചതോടെ ദേശീയ ശ്രദ്ധയിലേക്ക് വരെ ഈ ഗാനം എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പരാതി ഇതിനെതിരെ വന്നിരിക്കുന്നത്. OTA എന്ന പാരഡി ഗാനം അയ്യപ്പ ഭക്തർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയെന്നും അതുകൊണ്ട് ഗാനത്തിനെതിരെ പരാതി നൽകി എന്നുമാണ് തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുഴിക്കാല പറയുന്നത്. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറെ ഭക്തി തോന്നുന്ന ഗാനമാണ് ഇത്തരത്തിൽ പാരഡി ഗാനമായി മാറിയത്. എന്നാൽ ഈ ഗാനത്തിനെതിരെ പരാതി കൊടുക്കാൻ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് താൻ DGPക്ക് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും പ്രശാന്ത് പറയുന്നു. പാർലമെന്റിന്റെ മുന്നില് കേരളത്തിലെ MPമാര് പോയിട്ട് അയ്യപ്പസ്വാമിയെ അവഹേളിക്കുന്ന ഈ പാരഡി ഗാനം അവിടെ നിന്ന് പാടുക എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ അയ്യപ്പസ്വാമിയെ പൂർണ്ണമായും അവഹേളിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണിച്ചത്. അതാണ് നമ്മളെ വേദനപ്പെടുത്തിയത്. കാരണം നമ്മൾ കേരളത്തിലെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഇലക്ഷൻ സമയത്തൊക്കെ ഈ പാട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാടി പല ആളുകളും ഇതുകൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവുമല്ല. പക്ഷേ ഇവിടെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ആ പാട്ടിനെ എത്രയും പെട്ടെന്ന് പിൻവലിക്കുക തന്നെ വേണം. അത് ഭക്തരുടെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മിണ്ടാതിരിക്കുന്ന ഉടനെ അത് ഈ രീതിയിൽ വീണ്ടും അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ കല്ലും മുള്ളും താണ്ടി നൊയമ്പും എടുത്ത് 41 ദിവസത്തെ വ്രതം എടുത്ത് വരുന്ന അയ്യപ്പ ഭക്തർക്ക് അത് നന്നായി വേദനിക്കും. ആ ഒരു സംഭവം കൊണ്ടാണ് ഇത് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് ഈ തിരുവാഭരണ പാതാ സംരക്ഷണ സമിതിയുടെ ആകെയുള്ള നിലപാടാണോ എന്ന് ചോദിച്ചാൽ അതിൽ ചില ഭിന്നതകളുണ്ട്. പാരഡി പാട്ടിനെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്നതാണ് തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി ചെയർമാനായ K ഹരിദാസ് പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കുന്ന അയ്യപ്പ വികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ലേ ഭഗവാന്റെ കട്ടൻ അടിച്ചുകൊണ്ട് പോയത്? അയ്യപ്പ വികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ലേ ഭഗവാന്റെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുമ്പിലെ ദ്വാരപാലകരെ ശില്പത്തിൽ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത്, സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയത്? അയ്യപ്പ വികാരത്തെ ഹരിക്കുന്നതല്ലേ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ട് വർഷങ്ങളായി ഭഗവാന്റെ കയ്യിൽ യോഗനിദ്രയിൽ ആഴുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന യോഗദണ്ഡ് കൊണ്ടുപോയത്, അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന ഏകമുഖ രുദ്രാക്ഷമാല കൊണ്ടുപോയത്? ഇതൊന്നും വ്രണപ്പെടുത്തുന്നതല്ലേ? അതല്ലേ വ്രണപ്പെടുത്തുന്നത്? അത് അങ്ങനെ കൊണ്ടുപോയവർക്കെതിരെ ചില പരിഹാസ രൂപേണ ആരെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനെതിരെ നിയമ നടപടിക്ക് പോയതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ ഈ പാട്ടിനെ ഉയർത്താനോ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നുമല്ല. അതിനെതിരെ നിയമ നടപടിക്ക് പോകുന്നു. അത് നിരോധിക്കാൻ പറയും. പാളി കൊണ്ടുപോയതിന് പ്രശ്നമില്ല, യോഗ കൊണ്ടുപോയതിന് പ്രശ്നമില്ല, രുദ്രാക്ഷമാല കൊണ്ടുപോയി ഒരു പ്രശ്നമില്ല, സ്വർണം മോഷിച്ചുകൊണ്ട് പോയതിന് ഒരു വിഷയമില്ല. ആരോ എഴുതിയ ഒരു പാട്ടാ. ആ പാട്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അതിന് ഇത് കൊടുക്കാനോ ഒന്നുമല്ല. പക്ഷെ അതിനെതിരെ അത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രവർത്തനം നടത്തുന്നത് കാണുമ്പോൾ ഇത് പലരെയും സഹായിക്കാനാണ്
പലതിനെയും വെള്ളപൂശാനാണ്. ഇത് അയ്യപ്പ ഭക്തി അല്ല, അയ്യപ്പ വികാരം ഒന്നും ഇല്ലവർക്ക്. ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അതിനു മുമ്പ് നടന്ന കർമ്മങ്ങളെ വിമർശിക്കുകയായിരുന്നു. അപ്പോ രാഷ്ട്രീയമുള്ളവർക്ക് ഏത് രീതിയിലും ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ പങ്കുചേരാം, ഭാഗം ചേരാം എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നത്. ഇതിൽ പരാതിക്കാരൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാരഡി ഗാനങ്ങളൊക്കെ വരും, അത് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കും, അത് അവിടം കൊണ്ട് തീരുന്നു. ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും പാരഡി ഗാനങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അവിടുന്ന് മാറിക്കൊണ്ട് ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ PC വിഷ്ണുനാഥ് ഈ പാട്ട് ഉപയോഗിക്കുന്നു, കോൺഗ്രസ് പിന്നീട് ഇത് തുടർന്നും ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു, ഡൽഹിയിൽ MP-മാർ എല്ലാവരും കൂടിച്ചേർന്ന് നിന്ന് ഇത് പാടുന്നു. അപ്പോൾ അവർ തങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ വലിയ വിജയം, അത് സ്വർണ്ണക്കൊള്ള അതിലൊരു പ്രധാന ഘടകമാണ് എന്ന് കരുതുകയും അതിലൂന്നാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി പാട്ട് ആവർത്തിച്ച് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഓവറാക്കി ചളമാക്കിയാൽ ഞങ്ങളിതാ ഇങ്ങനെ ചെയ്യും, ഇതിനെതിരെ രംഗത്ത് വരും എന്ന ഒരു സൂചനയും സന്ദേശവുമാണ് ഇപ്പോൾ എന്തായാലും ഈ പരാതിക്കാർ ഉൾപ്പെടെ നൽകുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം പരാതിയെ പിന്തുണച്ചുകൊണ്ട് CPM-ഉം രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ്. അതോടെ ഇത് വൻ വിവാദമായി തന്നെ മാറുകയാണ്. ഈ ഗാനം അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് പറയുന്നത് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ്. കോൺഗ്രസും ലീഗും ചേർന്ന് തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് അദ്ദേഹം പറയുകയാണ്. കൂടാതെ അയ്യപ്പ ഭക്തി ഗാനത്തെ അവഹേളിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയ പ്രസാദ് കുഴിക്കാലയെ പിന്തുണയ്ക്കുക കൂടിയാണ് രാജു എബ്രഹാം ചെയ്തത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവ് പ്രസാദ് കുഴിക്കാല തന്നെയാണെന്നും പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ കൂടുതൽ ഹൈന്ദവ സംഘടനകൾ തങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് എന്നും പറയുന്നു രാജു എബ്രഹാം. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. അപ്പോൾ നാളെ കൂടുന്ന പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ പേരിൽ പരാതി നൽകും. കാരണം ഈ പാട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്, വ്യാപകമായി ഈ പാട്ട് പാടി നടന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടാണ് ഈ നടപടിയെ കാണാൻ കഴിയുകയുള്ളൂ. ഇത് അവസാനം CPM എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിലപാടാണ്. നേരത്തെ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിരുന്നത് ഒരു പാരഡി ഗാനത്തിൽ കലങ്ങിപ്പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയം എന്നതാണ്. പാരഡി ഗാനം ജനങ്ങളെ സ്വാധീനിച്ചില്ല, പോലീസിൽ പരാതി പോയിട്ടുണ്ട്, അവരെന്തെങ്കിലും തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞൊഴിയുകയാണ് EP ജയരാജൻ ചെയ്തത്. പക്ഷേ EP ജയരാജൻ പോലും അങ്ങനെ നിസാരമായി കണ്ട വിഷയത്തിൽ വലിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത് അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന് CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ EP ആദ്യം പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഒരാൾ SNDP യോഗത്തിൻ്റെ നേതാവാണ്, അയാൾ മുഖ്യമന്ത്രിയോടൊപ്പം വന്നു. അതുകൊണ്ട് വോട്ടിങ്ങനെ വരുമെന്നോ വോട്ട് പോകുന്നോ ഒന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള സാധാരണ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ് EP ജയരാജൻ. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് EP ജയരാജൻ ഈ വിഷയത്തിൽ നടത്തിയത്. അവിടെ CPM-ന്റെ പല നേതാക്കൾക്കും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ ആകെ തന്നെയുള്ള നിലപാട് പൊതുസമൂഹത്തിന് അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിലായി പോകുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. VD സതീശൻ അതിശക്തമായ ഭാഷയിലാണ് ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഈ പാട്ടിൽ CPM-ന് എന്താണ് ഇത്ര നോവാനുള്ളത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമലയിലെ സ്വർണം കവർന്നതിലല്ല, പാരഡി ഗാനം പാടിയതിലാണ് CPM-കാർക്ക് വേദനയെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. വിശ്വാസികളെ വേദനിപ്പിച്ച ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് രാജു എബ്രഹാം നിൽക്കുന്നതെന്ന് ഓർക്കണം എന്നുകൂടി VD സതീശൻ പറയുകയാണ്. അപ്പോൾ CPM പറയുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി ഓർക്കുന്നത് നല്ലതാണ് എന്ന് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിശ്വാസിയായ K കരുണാകരനെ കളിയാക്കാനായി അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഉണ്ടാക്കിയ കാര്യമാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത്. ആ പാരഡി
കൈരളിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ല, ഇത് എവിടുത്തെ വാദമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് നേതാക്കളാകെ ഇതിനെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഗാനവിവാദം വിഷയത്തെ വളച്ചൊടിക്കലാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചില്ലല്ലോ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാൽ പോലും ദുരുപയോഗം എന്ന് പറയുമോ എന്നൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്നു. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണ്. നാളെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു ആരെങ്കിലും പറയുമോ? അതൊക്കെ വെറുതെ വളച്ചൊടിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ കുറ്റിയെ ശരണമയ്യപ്പ എന്നൊന്നും വിളിച്ചില്ലല്ലോ. ഞങ്ങൾ അതിനേക്കാൾ എത്രയോ ഞങ്ങളുടെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ, നല്ല ദശലക്ഷക്കണക്കിനുള്ള ഞങ്ങളുടെ ജനാധിപത്യ വിശ്വാസികൾ, അവരാ വിശ്വാസം അനുസരിച്ച് പോകും. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും അവരെ മനസ്സ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഉണ്ടായാൽ അതിനെ റെസിസ്റ്റ് ചെയ്യും. അത് പല വിധത്തിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ കണ്ടില്ലേ, അതെല്ലാം തുടർന്ന്. പക്ഷേ ഈ ഗവൺമെന്റ് ചെയ്തു. ഗവൺമെന്റിന്റെ ഒരു കൊള്ള നടന്നാൽ ആ കൊള്ളയ്ക്ക് ഉത്തരവാദിത്വം പറയേണ്ടത് ഗവൺമെന്റിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതല്ലേ സത്യം പറഞ്ഞ ഈ പ്രദേശമൊക്കെ. അവിടെ നിന്ന് ഈ സ്വർണം പോയതിനു ശേഷം ഇവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് കൈയടി നിൽക്കാൻ പറ്റുമോ? ഈ ഇതെല്ലാം സ്ട്രോങ് റൂമിൽ ഇരിക്കേണ്ട കാര്യങ്ങളല്ലേ. എന്ത് നടപടിയായി ഗവൺമെന്റ് എടുത്തത്? എന്ത് നടപടിയാണ്? അതിനൊരു ദേവസ്വം വകുപ്പുണ്ട്, അത് മന്ത്രിയുണ്ട്, നേരത്തെ മന്ത്രിമാരുണ്ട്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുണ്ട്, അംഗങ്ങളുണ്ട്, സംവിധാനമുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം പോറ്റിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. പിന്നെ അതിനെ വേറെ രൂപത്തിൽ എന്തിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കും. എന്തായാലും കെ കരുണാകരന്റെ കാലത്ത് ഈ രീതിയിൽ പാരഡി ഉണ്ടാകുമ്പോൾ വിവാദങ്ങൾ ഉണ്ടായില്ല. അത് മതവികാരം വ്രണപ്പെടുത്തുമെന്ന വാദങ്ങളും ഉണ്ടായില്ല. പക്ഷെ 2025 അത്തരം വാദങ്ങൾ ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന് തോന്നിപ്പോകും ഈ വിവാദങ്ങൾ കാണുമ്പോൾ. പുരോഗമനം പറയുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടിയും നേതാക്കളുമാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നത് ആ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കിയാൽ CPM-നെ സംബന്ധിച്ച്, ഭരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. ഭരണവിരുദ്ധ വികാരവും നയങ്ങളിലെ ചില പാളിച്ചകളുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കമുണ്ടാക്കിയിട്ടുള്ള ഘടകങ്ങൾ. അതാണ് വ്യക്തമായും ഈ ഫലം നൽകുന്ന സൂചന. മലബാറിലെകളുമൊക്കെ പാർട്ടിയിൽ നിന്ന് അകന്നു എന്നതിന്റെ സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലൂന്നിയുള്ള ഫലം അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇത് വസ്തുതയായിരിക്കെ ഇത്തരം വില കുറഞ്ഞ വിവാദങ്ങൾ അത് ഊതിപ്പെരുപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തെയാകും അത് ബാധിക്കുക. എല്ലാം ജനങ്ങൾ കാണുകയാണ്. അവർക്കത് ബോധ്യമുണ്ടാകട്ടെ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് ഏതൊക്കെ തരത്തിൽ